ഹലോ, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അപ്പോൾ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ മുന്നേ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്കിത് കളയാൻ തോന്നിയില്ല കേട്ടോ. ഞാൻ വെച്ചെന്നെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വൈഷുവിൻ്റെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഡാസ്ലറിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞി പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം പൊട്ട് ഡ്രസ്സിൻ്റെ കളറാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് കൈ കിട്ടിയ ഒരു പൊട്ടെടുത്തങ്ങ് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കമ്മൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മൽ മാറ്റിയിട്ട് വേറൊരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കമ്മൽ, പക്ഷേ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ കാതിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ ഈ ഗോൾഡിൻ്റെ മാറ്റി കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരത്തേക്കൊക്കെ പറ്റും, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് കാതിന് നല്ല വേദനയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ മിക്കവാറും ഉപയോഗിക്കാറില്ല. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ നേരത്തെ കാതിൽ കിടന്ന കമ്മൽ ഉരുട്ടി കിട്ടിയെടുക്കാണ്. അപ്പോൾ വാവ ഇവിടെ കിടന്ന് വേളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാവയോട് ചുമ്മാ ചോദിക്കുമ്പോൾ കൊള്ളാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊള്ളാമോ? കൊള്ളാമോ കമ്മൽ? സൂപ്പറാണോ? അപ്പോൾ പറഞ്ഞോട്ടെ, സൂപ്പറാണ്. പിന്നെ ഞാൻ ലിപ് ബാം ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ വാസലിൻ്റെ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചെറിയൊരു ബോട്ടിലുണ്ടല്ലോ വാസലിൻ്റെ, അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേണോ? അപ്പോൾ എൻ്റെ ചുണ്ട് നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം പുരട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യമൊന്നും പുരട്ടിയിട്ടൊന്നും ആവുന്നില്ല. പിന്നെ ഞാനൊരു 2 പ്രാവശ്യം കൂടി കുറച്ച് ഒരു ജസ്റ്റ് കുഞ്ഞൊരളവാണ് ഇട്ട് എടുക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിപ് ബാമൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടോ, പക്ഷേ എനിക്ക് ചുണ്ട് പൊട്ടുന്നത് കണക്കൊക്കെ തോന്നി. അപ്പോൾ ചിലപ്പോൾ ആദ്യം അതിന് മാറാൻ വേണ്ടിയിട്ട് ഈ തൊലിയൊക്കെ പൊട്ടി മാറാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് നല്ലതാവാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വാസലിൻ യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പണിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുടി ഈരുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചടക്ക് കളയാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ജോലിയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഭയങ്കര മടിയാണ്. എന്ന് വെച്ചാൽ ഈ മുടി ഈരുമ്പോൾ തന്നെ കുറേ ടൈം എടുക്കും, ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ വഴക്ക് പറയും, ലേറ്റ് ആവും എന്നും പറഞ്ഞിട്ട് വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മുടി ഈരി തീർക്കാണ് കേട്ടോ. ചടക്ക് കളഞ്ഞാലല്ലേ നമുക്ക് കെട്ടി വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ ചിടക്ക് കളയാണ്. ഭയങ്കര പാടുപെട്ട പണിയാണ് കേട്ടോ ചിടക്ക് കളയാന്നുള്ളത്. പിന്നെ ഇത് വൈഷുവിൻ്റെ ക്ലിപ്പാണ് കേട്ടോ. ഞാൻ അടിച്ചു മാറ്റിയിട്ടതാണ്. അവൾക്ക് തലയിൽ കെട്ടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പക്ഷെ അവൾക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് മുടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് ഊരിപ്പോരും കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല, ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുടിയുടെ ബാക്കിലൊക്കെ ഒന്ന് ഈരി ഇടുന്നുണ്ട്. ചിടക്കൊക്കെ ഫുള്ള് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഈരി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായപ്പോൾ എടുത്ത വീഡിയോ ആണ്, വൈഷുവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ എനിക്കത് അന്നേരം അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി, സ്കൂൾ ഉറപ്പൊക്കെ ആയതുകൊണ്ട് അന്നേരം എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. പിന്നെയാണ് കേട്ടോ ഓർത്ത് നമ്മൾ വളയിട്ടില്ല. അപ്പം വളയിടാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനൊരു കുപ്പി വളയും പിന്നെ അതുപോലെ ഞാൻ ഡെയിലി മിക്കവാറും യൂസ് ചെയ്യുന്നൊരു വളയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വളയാണ്, ഒരു തടിയൻ വള. ഇതിന് 2 കുഞ്ഞു വളയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. കുപ്പിവള എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.